അൽ ജസീറ റിപ്പോർട്ടർ അനസ് ഷെരീഫിൻ്റെ വരികളാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഗസയിൽ നിന്നുള്ള പട്ടിണിക്കഥകളാണ് അതിൻ്റെ ഉള്ളടക്കം. തൻ്റെ നേരനുഭവങ്ങളെ നീറുന്ന വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. അതിൽ വല്ലാതെ നോവ് പടർത്തിയ ഒരു ഭാഗമാണിത്. 21 മാസങ്ങളായി ഒരു നിമിഷം പോലും ഞാൻ റിപ്പോർട്ടിംഗ് നിർത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് വിവരിക്കാനാവാത്ത വേദനയോടെ ഞാൻ തുറന്നു പറയുകയാണ്. വിശപ്പ് കൊണ്ട് ഞാൻ തളരുന്നു, ക്ഷീണം കൊണ്ട് ഞാൻ വിറക്കുന്നു. ഓരോ നിമിഷവും എന്നെ പിന്തുടരുന്ന ബോധക്ഷയത്തെ ഞാൻ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു. ക്യാമറയുടെ മുന്നിൽ നേരെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സത്യം അതല്ല. ഞങ്ങളുടെ അകം എരിഞ്ഞു തീരുകയാണ്. ഗസ മരിക്കുന്നു, ഗസയോടൊപ്പം ഞങ്ങളും മരിക്കുന്നു. ഒട്ടിയ വയറുമായി വിശക്കുന്ന ഗസക്കായി അദ്ദേഹം പിന്നെയും വിയർപ്പൊഴുക്കി. ഗസയുടെ നോവുകൾ പുറം ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തെയും അവന്മാർ കൊല ചെയ്തു എന്ന വാർത്തയാണ് ഇന്നലെ കേട്ടത്. 1.5 വർഷം മുമ്പ് ഇസ്രായേൽ അക്രമത്തിൽ പിതാവ് കൊല്ലപ്പെട്ടിട്ടും ഗസ വിടാൻ അനസ് തയ്യാറായിരുന്നില്ല. ഇടറാതെ പതറാതെ തൻ്റെ ദൗത്യവുമായി മുന്നേറുകയായിരുന്നു. അങ്ങനെ അവസാന ശ്വാസം വരെ ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം മരിച്ചു. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കി കണ്ണടക്കുമ്പോൾ അവസാനമായി അനസ് ഷെരീഫ് എഴുതി വെച്ചത്, ഗസയിലെ ജനങ്ങളെയും സുരക്ഷിതമായി ജീവിക്കാൻ അവസരം ലഭിക്കാത്ത അവിടുത്തെ കുട്ടികളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നായിരുന്നു. ഗസ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഗസയുടെ ശബ്ദങ്ങൾ നിലച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും വരികളിലും ഗസ ജീവിച്ചു കൊണ്ടേയിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആശമുറിയരുത് എന്നാണല്ലോ. ഒരു നല്ല വാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ